വാഴ 2 സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടെംപ്ലേറ്റ് ബട്ട് എക്സിക്യൂഷൻ ഓൺ ഡിഫറെൻറ്റ് ടെറൈൻ. അതായത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളുടെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള, അതും ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ വാഴ 2 വളരെയധികം വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ അവരുടെ കാസ്റ്റിംഗ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ ആഷിർ ആൻഡ് ടീം, ആഷിർ, അജിൻ, അലൻ, വിനായക്, എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അവരവരുടെ റോളുകൾ അതിഗംഭീരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വാഴ 1 കണ്ട പോലെയല്ല, വാഴ 1 അവർ റീലിൽ കണ്ടിരുന്ന ഒരു ക്യാരക്ടറിൻ്റെ എക്സ്റ്റൻഷൻ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വാഴ 2 അവർ കുറച്ചുകൂടി മെച്ചർ ആക്ടറായിട്ട് മാറിയതുപോലെ തോന്നി. എസ്പെഷ്യലി എനിക്ക് അധികം നോട്ടബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ട് തോന്നിയത് നമ്മുടെ വിനായകൻ്റെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആക്ടിങ് പൊട്ടൻഷ്യൽ ഇൻഡിജീനസ് ആയിട്ട് കൈമുതലായിട്ടുള്ള ഒരു വ്യക്തി ആയിട്ട് എനിക്ക് വിനായകനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനായകൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമായിരിക്കും എന്നായിരുന്നു സിനിമ കാണുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ക്യൂരിയോസിറ്റി. അതിനോടൊരു 100% നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് സ്ക്രീനിൽ ഡെലിവർ ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പെയിൻ ഉണ്ടല്ലോ, അദ്ദേഹം അനുഭവിക്കുന്ന ആ സിറ്റുവേഷൻ, ഐസൊലേഷൻ, ലോസ്റ്റ് ലവ്ഡ് വൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ വന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു ഫ്ലോസ് ഒന്നും ഇല്ലാണ്ട് തന്നെ അതിമനോഹരമായിട്ട് സ്ക്രീനിൽ അത് ഡെലിവേർഡ് ആയിട്ടുണ്ടെന്നാണ് അനുഭവപ്പെട്ടത്. എടുത്തു പറയാനാണെങ്കിൽ വിനായകനും അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ബിജിക്കുട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസും, പിന്നെ അവരുടെ ആ ഒരു ലവ് മൊമെൻറ്റ്സൊക്കെ പിന്നീട് ഒരു സമയത്ത് സിനിമയിൽ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് കാരണം കൊണ്ടാണ് ആ സീൻസ് വീണ്ടും എന്ന് ഞാൻ പറയുന്നില്ല, അത് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ആ ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പെയിൻ, ആ ഒരു മകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അനുഭവിക്കുന്ന ആ പെയിന് വളരെ സ്മൂത്തായിട്ട് നമുക്ക് വളരെയധികം എന്താ പറയുക, മനസ്സിലോട്ട് നമ്മളുടെ ഇമോഷൻസൊക്കെ നമുക്കിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് തരുന്ന രീതി തന്നെയാണ് സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം വന്നിട്ടുള്ളത്. വിനായകനാണ് ഇതിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു എന്ന് എനിക്ക് ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ കേട്ടോ, ആരും മോശമൊന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മൾ ആ 4 പേരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ ശ്രദ്ധ പോയത് വിനായകനിലോട്ട് തന്നെയാണ്. പിന്നെ ആഷിറും ബാക്കി ടീംസും, അതൊന്നും പറയാനില്ല, അവർ നന്നായിട്ട് ഗ്രൂംഡ് ആയിട്ട് തന്നെയാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. വെൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോർട്ട് പീരീഡ് ആണെങ്കിൽ പോലും ഒരു സിനിമാറ്റിക് ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണയോടുകൂടി തന്നെ ആയിരിക്കാം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടെംപ്ലേറ്റഡ് സാധനം തന്നെ ആയിരുന്നു. ഉഴപ്പി നടക്കുക, പിന്നീട് റിയലൈസേഷൻ ഉണ്ടാവുക, എടുത്തുചാട്ടത്തിൽ കരിയർ മിസ്സായി പോവുക, മിസ്ഫോർച്യൂൺ ഉണ്ടാവുക, കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, പിന്നെ അതിൽ നിന്ന് കരകയറാനുള്ള ഓരോ പ്രയത്നങ്ങളും കാര്യങ്ങളും എല്ലാം ഒക്കെ തന്നെയാണ് വാഴ 2 പറയുന്നത്. ഇതിൽ ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികൾ, അതിപ്പോൾ ഓൺ എഡ്യൂക്കേഷൻ പർപ്പസ് ആയാലും അതുപോലെ തന്നെ ഒരു കരിയർ പെർസ്യൂ ചെയ്യാനായാലും പുറമേക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്ന, അവർ ഡ്രീം ചെയ്യുന്ന കാര്യത്തിന് നേരെ ഒപ്പോസിങ് ആയിട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ചേക്കാവുന്ന, അല്ലെങ്കിൽ ഓൾറെഡി ഒരുപാട് പേർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതിനെക്കുറിച്ചൊരു റിസർച്ചൊക്കെ നടത്തിയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവർ ഈ സിനിമ എടുത്തത്. നമ്മൾ ഒരുപാട് വാർത്തകളും മറ്റും കാണുന്ന രീതിയിലുള്ള പുറത്ത് വളരെ വളരെ വലിയ സ്വപ്നങ്ങളുമായിട്ട് പുറത്തോട്ട് പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണ് ഇൻ റിയാലിറ്റി അവിടെ പോയിട്ട് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു വശം കൂടിയുണ്ട് ആ ഒരു എന്താ പറയുക, ഒരു മൈഗ്രേഷൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇൻസിഡൻസും അവരുടെ ആ വേദനകളും കാര്യങ്ങളെല്ലാം കുറച്ച് റിസർച്ച് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു സെഷൻ, ആ UK സെഷൻ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയെ കുറിച്ച് മൊത്തം പറയുകയാണെങ്കിൽ ആദ്യത്തെ പകുതി ഒരു ഫൺ മൂഡിൽ പോവുകയും കാവോട്ടിക് മൂഡിൽ പോവുകയും, സ്കൂൾ ലൈഫൊക്കെയാണല്ലോ കാണിക്കുന്നത്. അമീനും ടീമും വരുന്നൊരു സെഷനൊക്കെ ഉണ്ട്, ഒരു തിയേറ്ററിലുള്ള ഒരു സീക്വൻസൊക്കെ കുറച്ച് ചിരി ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അവിടെ 1-2 സ്ഥലത്ത്
ഒരു വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ജനറലി തിയേറ്ററിൻ്റെ മൊത്തം ആംബിയൻസ് നോക്കുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറേ കൂടി ഇമോഷണലി ഹുക്ക് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. അത് ആണ് ആ ഫൺ എലമെൻസിനെക്കാട്ടിയും കുറച്ചധികം സക്സസ് ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആഷറാൻ ടീം റീൽ വഴി ശരിക്കും സിനിമയിലേക്ക് എത്തിപ്പെട്ടത് വെറുതെ ആയില്ല എന്നുള്ള ഒരു തോന്നലാണ് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത്. നമുക്ക് വളരെ സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണലി എൻജോയ് ചെയ്യും, ഇമോഷണൽ ഫിലിംസൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ണും ഇമോഷൻസും എല്ലാം ചേർന്ന ഒരു പാക്കേജ് പോലെയുള്ള ഒരു സിനിമയാണ് വാഴ 2. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു തവണ പോയി കണ്ട് നോക്കാവുന്ന ക്വാളിറ്റിയുള്ള പടം തന്നെയാണ് വാഴ 2.